അമീർ ഖുസ്രോ ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഉത്തരം ഉറുദു. ഷാബാദ് എന്ന പ്രാർത്ഥനാഗാനം രചിച്ചതാര്? ഉത്തരം ഗുരു നാനാക്ക്. പെരുമാൾ തിരുമൊഴി എന്ന കൃതിയുടെ കർത്താവാര്? ഉത്തരം കുലശേഖര ആഴ്വാർ. വിഷ്ണു ഭക്തർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ആഴ്വാർമാർ. ശിവഭക്തന്മാർ അറിയപ്പെടുന്നത് എങ്ങനെ? നായനാർമാർ. ഭക്തി പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടതെവിടെ? ഉത്തരം തമിഴ്നാട്ടിൽ. ആഴ്വാർമാരുടെ രചനകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം നാലായിര ദിവ്യപ്രബന്ധം. നായനാർമാരുടെ രചനകൾ അറിയപ്പെടുന്നത് എങ്ങനെ? തിരുമുറൈകൾ. 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദി ഏത്? ഉത്തരം അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിലെ ചർച്ചയിലെ ആശയങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വചനകൾ. കബീറിന്റെ ആശയങ്ങൾ പ്രചരിച്ച കീർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ദോഹകൾ. ഗുരു നാനാക്ക് ജനിച്ച പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമം ഇപ്പോൾ എവിടെയാണ്? ഉത്തരം പാകിസ്ഥാനിൽ. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനം ഏത്? ഉത്തരം സൂഫിസം. സൂഫി ഗുരുവിനെ വിളിക്കുന്ന പേരെന്ത്? പീർ അല്ലെങ്കിൽ ഷെയ്ഖ്. സൂഫി അനുയായികളെ വിളിക്കുന്ന പേരെന്ത്? മുരീദ്. സൂഫികളുടെ താമസ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം ഖാൻഖാഹുകൾ. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരിക്കുന്ന ഭക്തിഗാനങ്ങൾ? ഉത്തരം ഖവാലികൾ. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ ഏത്? ഉത്തരം ഉറുദു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം? ഉത്തരം ആദ്യ ഗ്രന്ഥം. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.